ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ നയിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്ക എന്ന ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 21-ാം ദിവസമാണല്ലോ ഇന്ന് അഭ്യസിക്കേണ്ട പുണ്യം വൃത്തി ദൈവീകതയുടെ അടുത്തു നിൽക്കുന്നതാണെന്ന തത്വമനുസരിച്ച് സ്വന്തം ശരീരത്തെയും താമസിക്കുന്ന സ്ഥലത്തെയും ഉപയോഗിക്കുന്ന വസ്തുക്കളെയും വൃത്തിയായി സൂക്ഷിക്കുക. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ഇന്ന് ഉപേക്ഷിക്കേണ്ട തിന്മ വൃത്തികേട്. നമ്മുടെ വ്യക്തി ശുചിത്വത്തിനും ചുറ്റുപാടുകളുടെ വൃത്തിക്കും തടസ്സമാകുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. ഇന്നത്തെ ടാസ്ക്: നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, വീട്, ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവ പരിശോധിക്കുക. അവ വൃത്തിഹീനമാണെങ്കിൽ ഇന്ന് തന്നെ അത് വൃത്തിയാക്കുക. ഇത് നിങ്ങളുടെ ആത്മീയതയുടെ ഭാഗമായി കാണുക. ഇന്നത്തെ പ്രാർത്ഥന: ദൈവമേ, എനിക്ക് വൃത്തിയും വെടുപ്പും അച്ചടക്കവും ഉള്ള ഒരു ജീവിതം തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടെന്നും ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുവാൻ ആത്മാർത്ഥതയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കൂടാതെ ഈ ശുശ്രൂഷയോടൊപ്പം അച്ഛൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധന നടത്തി പ്രാർത്ഥിക്കുക. 1 നേരമോ 2 നേരമോ സാധിക്കുന്നതുപോലെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം എടുത്തു പ്രാർത്ഥിക്കുക. നല്ല ഒരു കുംഭസാരത്തിനായി ഒരുങ്ങുക. പൂർവികർക്ക് വേണ്ടിയുള്ള കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന ദിവസവും ചൊല്ലുക. ഈ പ്രാർത്ഥനയുടെ വീഡിയോ ഈ ചാനലിൽ ശാപവിടുതൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന എന്ന പേരിൽ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ ആയി നൽകിയിട്ടുമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ലഭ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ എൻ്റെ ഓർമ്മയ്ക്ക എന്ന 21-ാം ദിവസത്തെ ശുശ്രൂഷയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വിലയേറിയ ആത്മീയ സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനും ടീമിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലും ഈ ശുശ്രൂഷയിൽ തീഷ്ണതയോടെ നമുക്ക് പങ്കെടുക്കാം. ദിവ്യകാരുണ്യ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.